ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച പോത്താനിക്കാട് എസ്.സി. ശ്മശാനം പ്രവർത്തനം ആരംഭിച്ചു. മാത്യു കുഴൽനാടൻ എം.എൽ.എ. ശ്മശാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചുറ്റുമതിലും കവാടവും നിർമ്മിച്ച് മനോഹരമാക്കിയാണ് ശ്മശാനം തുറന്നു നൽകിയിട്ടുള്ളത്. നവീകരിച്ച പോത്താനിക്കാട് എസ്.സി. ശ്മശാനം ഡോക്ടർ മാത്യു കുഴൽനാടൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് നൂലാമാലകളും ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോഴും നമുക്കൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ അത് പരിഹരിക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണ് ഇന്ന് ഈ ശ്മശാനം കെട്ടി സംരക്ഷിക്കാൻ കഴിഞ്ഞത്. അന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന ജോസേട്ടനാണെങ്കിലും സജിയാണെങ്കിലും അവരൊക്കെ അവരെല്ലാം ആ കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രത്യേകമായി ഓർക്കുന്നു. ജില്ലാ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശ്മശാനത്തിന് ചുറ്റുമതിലും കവാടവും നിർമ്മിച്ചു മനോഹരമാക്കിയത്. നിരവധി പട്ടികജാതി കുടുംബങ്ങൾക്കായുള്ള ശ്മശാനം ചുറ്റുമതിൽ നിർമ്മിച്ച് സംരക്ഷിക്കണമെന്ന് സമുദായ സംഘടനകളുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടത്തിയത്. നവീകരിച്ച ശ്മശാനം ഡോക്ടർ മാത്യു കുഴൽനാടൻ എം.എൽ.എ. തുറന്നുകൊടുത്തു. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. ജെയിംസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലൂസി സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജേക്കബ് വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽ എബ്രഹാം, ജനീഷ് കെ പോൾ, ജിജി മാത്യു, വിൻസെന്റ് എബ്രഹാം, മീമോൾ കെ ചാക്കോ, സാബു വർഗീസ്, ഷീല റോയ്, സീന സജി, മുൻ ജനപ്രതിനിധികളായ സജി കെ വർഗീസ്, ജോസ് വർഗീസ്, എൻ.എം. ജോസഫ്, ജിനു മാത്യു, സാലി ഐബ്, ആശ ജിമ്മി, ഡോളി സജി, നേതാക്കളായ ജോയി ചെറുകാട്ട്, ഷാൻ മുഹമ്മദ്, ലോറൻസ് എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.